തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ്. നമ്മളിപ്പോൾ പരിശോധന വിഷയം തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഫോറൻസിക് എക്സ്പെർട്ടൊക്കെ വരാനുണ്ട്, വന്നിട്ട് തുടങ്ങുന്നുള്ളൂ. അതിന് പ്രാഥമികമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പരിശോധന നടത്തിയാലേ പറയാൻ പറ്റുമോ അത് പൂർണ്ണമായിട്ട്. 2 ദിവസം പറയാം. ഓക്കെ. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ജയശങ്കർ, നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ലഭിക്കുന്ന പറയാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഉദ്യോഗസ്ഥരടക്കം എന്താണ് നമ്മോട് പറയുന്നത്? അതായത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ദിലീപ് ശങ്കറിന്റെ മരിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 23-നായിരുന്നു ഇദ്ദേഹത്തിന് ഷൂട്ടുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു, പഞ്ചാഗ്നിയുമായി ബന്ധപ്പെട്ട ഷൂട്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് ഷൂട്ടുണ്ടായിരുന്നില്ല, ഷെഡ്യൂൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഹോട്ടൽ മുറിയിൽ തന്നെയായിരുന്നു താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ഈ സീരിയലിന്റെ പ്രൊഡക്ഷൻ ടീമും ഒപ്പം തന്നെ ഹോട്ടൽ അധികൃതരും പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തിയാണ് ഇദ്ദേഹം താമസിച്ചിരുന്ന റൂമിന്റെ വാതിൽ പൊളിച്ചാണ് ഉള്ളിലേക്ക് കയറിയത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹം തറയിൽ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഇദ്ദേഹത്തിന്റെ മൃതശരീരത്തിന് 2-3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏകദേശം അത്രമാത്രം മൃതദേഹത്തിന് കാലപ്പഴക്കമുണ്ട്. അഴിഞ്ഞ രീതിയിലാണ് കണ്ടെത്തിയത്. എന്തായാലും ആത്മഹത്യയല്ല എന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ ഭൗതികദേഹം കൊണ്ടുപോകുന്നതിന് 3 ദിവസമായ ഒരു പ്രമുഖ സീരിയൽ താരത്തെ കാണാതായിട്ടും ആരും തിരഞ്ഞു വന്നില്ലേ? എങ്ങനെയാണ് ഇത്തരത്തിൽ മുറിക്കുള്ളിൽ മൃതദേഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? സുഹേൽ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഈ പ്രൊഡക്ഷൻ ടീമും ഒപ്പം തന്നെ ഹോട്ടൽ അധികൃതരും പോലീസിനെ വിവരമറിയിച്ചത്. പിന്നാലെ കണ്ടോൺമെന്റ് പോലീസ് എത്തിയാണ് ഈ ഹോട്ടൽ മുറി വാതിൽ പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറുന്നത്. ആ ഘട്ടത്തിലാണ് തറയിൽ ബെഡിനടുത്ത് കിടക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടിരുന്നത്. ഇത് വളരെയധികം ചീഞ്ഞഴിഞ്ഞ തരത്തിലായിരുന്നു. 2-3 ദിവസത്തെ പഴക്കമുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അധികൃതർ പറയുന്നു. നിലവിൽ ആ റൂമിൽ ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയാണ്. ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മൃതശരീരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കൊണ്ടുപോകും. ഇദ്ദേഹത്തിന് ഹൃദയത്തിന് ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് അല്പസമയം മുമ്പ് ഈ സീരിയലിന്റെ ഡയറക്ടറുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. പോലീസും ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്തായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ, കാര്യങ്ങളുണ്ടോ, അതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തി അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് വ്യക്തമാക്കുക. എന്തായാലും നിലവിൽ പോലീസ് പ്രാഥമികമായി ഈ മരണത്തിൽ ആത്മഹത്യയല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പറയുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹോട്ടൽ മുറിയിൽ പുരോഗമിക്കുകയാണ്. സുഹേൽ, ശരി. ദിലീപ് ശങ്കറിന് സംഭവിച്ചത് എന്തെന്ന് അറിയേണ്ടതുണ്ട്. ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അത് അകറ്റണം. നിലവിൽ ഫോറൻസിക്കിന്റെയും പോലീസിന്റെയും ഒക്കെ പരിശോധന അവിടെ തുടരുകയാണ്. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് വന്ന വാർത്തയിൽ വിശദാംശം നൽകിയത്.